എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകൾക്ക് രതിമൂർച്ച വരുന്നത് എത്ര സമയമെടുത്താണ്? ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്ത്രീകളുടെ രതിമൂർച്ച കാര്യങ്ങളെ തൊട്ട് ഇപ്പോഴും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും നിലനിൽക്കുന്നത്. സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിക്കുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണെങ്കിലും ഒരു സ്ത്രീയിൽ രതിമൂർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ പങ്കാളി അഥവാ ആ പുരുഷൻ പൂർണ്ണമായും കിടപ്പറയിൽ വിജയിച്ചു എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ആ സ്ത്രീ യഥാർത്ഥത്തിൽ യാതൊരു അഭിനയവും കൂടാതെ ശരിയാം വിധത്തിൽ രതിമൂർച്ച അനുഭവിച്ചിരിക്കണം. എങ്കിലേ അവിടെ ലൈംഗിക ബന്ധം വിജയകരമായി പൂർണ്ണമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് അവരുടെ സർവേ പ്രകാരം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ രതിമൂർച്ച എടുക്കുന്ന സമയം അഥവാ അവൾക്ക് ഉത്തേജനം സംഭവിക്കുകയും അവളെ രതിമൂർച്ചയിലേക്ക് എത്തുകയും വേണ്ടുന്ന സമയമെന്ന് പറയുന്നത് 13 മിനിറ്റും 25 സെക്കൻഡും ആണ് എന്നാണ്. ഈ സമയത്തിനുള്ളിലാണ് അവൾ പൂർണ്ണമായും രതിമൂർച്ചയിലേക്ക് എത്തുകയുള്ളൂ. ഇത്രയും സമയം അവൾക്ക് ആവശ്യമാണ് എന്നതാണ് വിദഗ്ധർ സർവേ പ്രകാരം വെളിപ്പെടുത്തുന്നത്. പല പുരുഷന്മാരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്ര സമയം വേണ്ടി വരും സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുവാൻ എന്നത്. എന്നാൽ സ്റ്റഡീസ് ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും പലതരത്തിലായിരിക്കും സ്ത്രീകൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുക. ചിലർക്ക് ക്ലിറ്റോറിയസിലുള്ള സ്പർശനവും ആ ഭാഗങ്ങളിലുള്ള ഉത്തേജനവുമായിരിക്കും പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുക. എന്നാൽ മറ്റു ചില സ്ത്രീകൾക്ക് സ്തനങ്ങളിലുള്ള മർദ്ദവും അതുപോലെ തന്നെ ലാളനയുമായിരിക്കാം. ഓരോ സ്ത്രീയിലും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതിനാൽ തന്റെ പങ്കാളിയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സിലാക്കേണ്ടത് പുരുഷനാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ പതിയെ നീക്കുക. എങ്കിലും സമയപരിധി ആവശ്യമാണ്. എന്നാൽ ചില സ്ത്രീകൾക്ക് അഥവാ 100-ൽ 50% സ്ത്രീകൾക്കും രതിമൂർച്ച സംഭവിക്കുന്നത് സെൽഫായി സ്വയംഭോഗം ചെയ്യുമ്പോൾ തന്നെയാണ്. അതെ, സ്വയംഭോഗത്തിലൂടെ മാത്രമാണ് ഇവർക്ക് പൂർണ്ണമായും ആനന്ദം കണ്ടെത്തുന്നത്. പങ്കാളിയിലൂടെ ആനന്ദം കണ്ടെത്തുന്നില്ല എന്നാണ് 50% സ്ത്രീകളും പറയുന്നത്. കാരണം അത്രയും പ്ലഷർ കൊടുത്ത് അവർ കൂടുതലായി ആനന്ദം അനുഭവിക്കുമ്പോഴാണ് സ്ത്രീകൾ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് കടക്കുന്നത്. ഇതുപോലെ സ്ത്രീയുടെ മനസ്സറിഞ്ഞ് അവളുടെ അത്തരം ഭാഗങ്ങളിൽ കൂടുതൽ പ്രഷർ കൊടുത്ത് പുരുഷന്മാർ അവളിൽ ലയിക്കുമ്പോൾ പൂർണ്ണമായും അവൾ സ്വയംഭോഗം എന്ന പോലെ തന്നെ പൂർണ്ണതയിൽ അഥവാ വീഴ്ചയിലെ രതിമൂർച്ചയിൽ പൂർണ്ണത അവൾ എത്തുകയുള്ളൂ. ഇതിനായി ശ്രമിക്കേണ്ടത് പുരുഷന്റെ കടമയാണ്. അതുപോലെ തന്നെ ചില സ്ത്രീകൾ അഭിനയിക്കാറുണ്ട്. തൻ്റെ പുരുഷന് മുന്നിൽ താൻ രതിമൂർച്ചയിലെത്തി എന്നതിന്. തൻ്റെ പുരുഷൻ സന്തോഷിച്ചോട്ടെ അല്ലെങ്കിൽ അവൻ ഹാപ്പി ആയിക്കൊള്ളട്ടെ എന്ന് കരുതി അഭിനയിക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരുത്താനിടയാക്കും. നിങ്ങൾ പൂർണ്ണമായും സുഖത്തിലെത്തി എന്നുണ്ടെങ്കിൽ മാത്രം തൻ്റെ പങ്കാളിയിൽ നിങ്ങൾ ഇത്തരം മനോഭാവം കാഴ്ചവെക്കാവൂ. അല്ലാത്ത പക്ഷം ഇത് ശുദ്ധ അബദ്ധമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.